കേരളത്തിന്റെ ഊർജ്ജ ലഭ്യതയ്ക്ക് ഏറ്റവും അനുയോജ്യം ചെറുകിട ജലവൈദ്യുത പദ്ധതികളാണെന്നാണ് പൊതുവെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. കേരള സംസ്ഥാന ഇലക്ട്രിസിറ്റി ബോർഡും കേരള ഗവൺമെന്റും ഇക്കാര്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. 2022 കേരള ഗവൺമെന്റ് ഇത് സംബന്ധിച്ചൊരു നയം തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. ഈ നയത്തിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത 8 വർഷം കൊണ്ട് ഇത്തരം പദ്ധതികളിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി 500 മെഗാവാട്ട് ആയിരിക്കണം എന്നും തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്തരം പദ്ധതികളെ നമുക്ക് പൂർണ്ണമായിട്ടും ആശ്രയിക്കാൻ കഴിയുമോ? കാരണം മഴക്കാലത്തുള്ള ജലലഭ്യതയെ മാത്രം ആശ്രയിച്ചാണ് ഇത്തരം പദ്ധതികൾ പ്രവർത്തിക്കുന്നത്. ഇത് സംബന്ധിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വൈദ്യുത ബോർഡിൽ നിന്നും സിവിൽ വിഭാഗം ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറായി വിരമിച്ച ഡോക്ടർ PN ബിജുവിൽ നിന്നും മനസ്സിലാക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ 30% നമ്മുടെ ഇന്ത്യൻ ആയിട്ടുള്ള ജനറേഷൻ. അതിൽ തന്നെ ചെറുകിട ജലവൈദ്യുത പദ്ധതികളുടെ പങ്ക് നല്ലൊരു പങ്കാണ്. പക്ഷെ അതിൻ്റെ അത് മെയിനായിട്ടൊരു പ്രോബ്ലം നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ ജലവൈദ്യുത പദ്ധതികളെല്ലാം ചെറുകിട എല്ലാം മിക്കവാറും ഏതെങ്കിലും ഒരു റിവറിൻ്റെ അരികത്താണ്, അല്ലെങ്കിൽ റിവറിൻ്റെ ബാങ്കിലാണത് മിക്കവാറും എല്ലാം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞൊരു മഴക്കാലത്ത് വന്ന ശക്തമായൊരു മഴ വന്നതിൻ്റെ ഒരു വെള്ളപ്പൊക്കം വരുവാണെങ്കിൽ മിക്കവാറും ഇതെല്ലാം അടച്ചിടേണ്ട ഒരവസ്ഥ വരും. പിന്നെ അതൊരു സീസണിൽ മാത്രമാണ്, മൺസൂൺ പീരീഡിൽ മാത്രമേ അത് ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് അത് എത്രമാത്രം പ്രസക്തമാണെന്നുള്ള ചോദ്യം ബോർഡ് തന്നെ ഒരു വിശദമായ പഠന റിപ്പോർട്ട് ഉണ്ടാക്കി ഓരോന്നിൻ്റെയും കാര്യങ്ങൾ അസസ് ചെയ്തെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ ഒരു പ്രശ്നം അതിനകത്ത് ഏറ്റവും കൂടുതൽ വരുന്നത് സിൽറ്റേഷനാണ്. റിവർ കോഴ്സിൻ്റെ സൈഡിൽ തന്നെ ആയതുകൊണ്ട് നല്ല രീതിയിലുള്ള സിൽറ്റ് വരുന്നിട്ടുണ്ട്. നമുക്ക് പല പദ്ധതികളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം സിൽറ്റേഷൻ നല്ല കൂടുതൽ, ഫുള്ളായിട്ട് ബ്ലോക്ക് ചെയ്തിരിക്കുന്ന പദ്ധതി. വെള്ളത്തൂരിൻ്റെ അതൊക്കെ എടുക്കുകയാണെങ്കിൽ ഏകദേശം 100% അത് അടഞ്ഞിരിക്കുന്ന ഒരു സിൽറ്റേഷൻ അടഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. അപ്പം അതുകൊണ്ട് സ്മോളിനോടൊപ്പം തന്നെ മീഡിയവും അല്ലെങ്കിൽ ലാർജും ആ രീതിയിലുള്ളൊരു പ്ലാനിങ് കൊണ്ടുപോയെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുള്ളൂ. ചെറുകിട പദ്ധതിയിൽ നിന്നും 1 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ഏകദേശം 5 കോടി രൂപ ചെലവാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇത്തരം വൻതുക ചെലവാക്കി പദ്ധതികൾ നടപ്പാക്കുന്നത്, ചെറുകിട പദ്ധതികൾ നടപ്പാക്കുന്നത് KSEBയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ലാഭകരമായിരിക്കും? പക്ഷെ അതിൻ്റെ അകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കോസ്റ്റ് എല്ലാം വർക്കൗട്ട് ചെയ്യുന്നത് ഡൽഹി ഷെഡ്യൂൾ ഓഫ് റേറ്റ്സ് വെച്ചാണ്. ആ റേറ്റ്സ് വെച്ച് വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ടും ഇതിൻ്റെ റേറ്റ് ഇതിനെക്കാട്ടും കൂടി. പണ്ട് PWD റേറ്റ് ഉണ്ടായിക്കൊണ്ടിരുന്നു. ഇപ്പം ഡൽഹി ഷെഡ്യൂൾ ഓഫ് റേറ്റ്സ് ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള വ്യത്യാസം ഇതിനകത്ത് നല്ലോണം റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു കാരണവശാൽ ഈ 5 കോടി പെർ മെഗാവാട്ട് എന്ന് പറഞ്ഞ രീതിയിൽ നമുക്കിത് തീർക്കാൻ പറ്റില്ല. കാരണം ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ കാണാത്ത പല കാര്യങ്ങൾ വരാം. ലാൻഡ് അക്വിസിഷൻ തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അത് വന്നു കഴിയുമ്പോൾ നല്ല കോസ്റ്റ് അതിന് കൂടി വരും. പിന്നെ അൺഎക്സ്പെക്റ്റഡായിട്ട് ഭൂമിയുടെ അടിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷ കൊണ്ടല്ലല്ലോ നമുക്ക് ചെയ്യാവുന്ന ഇൻവെസ്റ്റിഗേഷൻ ലിമിറ്റ് ഉണ്ട്. ഇൻവെസ്റ്റിഗേഷനിൽ കൂടുതലായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെയും കോസ്റ്റ് ഓവർ റണ്ണാവും. അപ്പോൾ സാധാരണ ഒരു ബോർഹോളൊക്കെ എടുക്കാന്ന് പറഞ്ഞാൽ 500 മീറ്ററിന് ഒരു ബോർഹോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ശരിക്കും മതിയോന്ന് വെച്ചാൽ പോരാ. പക്ഷേ നമ്മൾ കോസ്റ്റ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആക്ച്വലായിട്ട് വരുമ്പോഴത്തേക്കും സ്മോൾ ഹൈഡ്രോ ചെയ്യുന്നതിന് നല്ല ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നല്ല ഇത് വരുന്നുണ്ട്. എല്ലാവരുടെയും പൊതുവെയുള്ള ധാരണ ചെറുകിട പദ്ധതികൾ വൻകിട പദ്ധതികളെക്കാൾ ലാഭകരമാണെന്നാണ്. എന്നാൽ വസ്തുത ഇതല്ല. പക്ഷേ കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ ചെറുകിട പദ്ധതികൾ നമുക്ക് ഒഴിവാക്കാനും കഴിയില്ല. നമുക്ക് ഏകദേശം ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത് 163ഓളം ചെറുകിട പദ്ധതികൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അത് വേരിയിങ് 25 മെഗാവാട്ടിന് താഴെ മുതൽ 0.6 മെഗാവാട്ട് വരെയുള്ള ഒത്തിരി സ്കീമുകളുണ്ട്. പക്ഷേ അതിൻ്റെ അകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെറിയ സ്കീമുകൾ ബോർഡ് ഏറ്റെടുത്ത് നടത്തി അത് ലാഭകരമല്ല. ബോർഡിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നൊരു 5-6 മെഗാവാട്ടിന് മേളിലുള്ള സ്കീമുകൾ വന്നെങ്കിൽ ഏകദേശമൊക്കെ ഒരു ലാഭകരമാവുള്ളൂ. പക്ഷേ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നഷ്ടമാണ്. പക്ഷെ അത് നമ്മൾ ചെയ്യേണ്ടത് ആവശ്യമായതുകൊണ്ട് ചെയ്തു പോകുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് തന്നെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള പഞ്ചായത്തുകളെയോ അല്ലെങ്കിൽ അതുപോലെ ചെയ്യാനുള്ള ഏജൻസികളെ ചെറുകിട ഏൽപ്പിക്കുക. എന്നിട്ട് ഇപ്പോൾ പഴയ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം നമ്മുടെ സെൻട്രൽ ഗ്രിഡിലോട്ട് കയറ്റി വിടുന്ന ഒരു സിസ്റ്റമാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. അതിന് വരെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഗ്രിഡ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളും ഇതിൻ്റെ കൂടെ ചെയ്തെങ്കിൽ മാത്രമേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. അപ്പോൾ തന്നെ ഒത്തിരി പദ്ധതികൾ ചെറുകിട പദ്ധതികൾ ഏറ്റെടുത്തിട്ട് എങ്ങും എത്താനാവാത്ത രീതിയിൽ കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നും അതിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് സ്പീഡിൽ കൊണ്ടുപോയെങ്കിൽ മാത്രമേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അതുപോലെ പ്രൈവറ്റിന് കൊടുത്ത പല സ്കീമുകളും ഒരു വഴിയിലും ആകാതെ കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഭൂതാങ്കോട്ടൊക്കെ ആണെങ്കിൽ തന്നെ
ഇപ്പോഴും ഒന്നും ആയിട്ടില്ല. അതെ, പല പദ്ധതികളും പാതി വഴിയിലാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നിശ്ചയദാർഢ്യവും ദീർഘവീക്ഷണമുള്ള ഒരധികാര നേതൃത്വത്തിന്റെ അഭാവം തന്നെയാണ് കാരണം. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ പൂർത്തീകരണത്തിന് നവകേരള ശില്പി എന്നറിയപ്പെടുന്ന അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് അച്യുതമേനോനും അന്നത്തെ വൈദ്യുത മന്ത്രിയായിരുന്ന സഖാവ് എം എൻ ഗോവിന്ദൻ നായരും കാണിച്ച നിശ്ചയദാർഢ്യത്തിന്റെയും കർമ്മകുശലതയുടെയും അനുഭവം നമുക്കുണ്ട്. അതേ കർമ്മകുശലതയും നിശ്ചയദാർഢ്യവുമുള്ള കരുത്തുറ്റ ഒരു അധികാര നേതൃത്വം ഇനിയും ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കണക്കൊക്കെ നോക്കുവാണെങ്കിൽ ഏകദേശം സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് KICBയുടെ കയ്യിലുള്ളത് 128.01 മെഗാവാട്ടിനുള്ള ചെറുകിട പദ്ധതികൾ ഇപ്പോൾ ലൈവായിട്ട് KICBയുടെ കയ്യിലുണ്ട്. ഇനി ബാക്കിയുള്ളത് എത്രയുണ്ടെന്നുള്ളത് അതിൻ്റെ വർക്ക് അവാർഡൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് വരുള്ളൂ. പ്രൈവറ്റ് മേഖലയിലുണ്ട് ഏകദേശം 88.06 മെഗാവാട്ടിൻ്റെ സ്കീമൊന്നും റണ്ണിങ് ആണ്. നമ്മളിപ്പോൾ ഉള്ള വാട്ടർ പൊട്ടൻഷ്യലിൻ്റെ ഏകദേശം 30-40% നമ്മളിപ്പോൾ യൂട്ടിലൈസ് ചെയ്യില്ല. അൺയൂട്ടിലൈസ്ഡ് ആയിട്ടുള്ള വാട്ടർ ഇപ്പോഴും വെറുതെ നദികളിലൂടെ ഒഴുകി അറബിക്കടലിൽ പോയി ചേരുന്നൊരവസ്ഥയാണ് ഉണ്ടാകുന്നത്. അതിനൊരു മാറ്റം ഉണ്ടാക്കാനായിട്ട് ഉള്ളൊരു തീരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന രീതിയിൽ നമുക്ക് പവർ ഹാർനസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിലേറ്റവും പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം സോളാർ ഒത്തിരി കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള പ്രധാനമായിട്ട് കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോളാർ ഇല്ലാത്ത വീടുകളുടെ മെയിൻ സ്വിച്ചിൻ്റെ ഫ്യൂസുകളൊക്കെ കത്തിപ്പോകുന്നൊരവസ്ഥയുണ്ട്. നല്ല രീതിയിലായിട്ട് ഓവർ വോൾട്ടേജ് വന്നിട്ട് കത്തിപ്പോകുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ, അത് ആ പവർ ഹാർമോണിക്സ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ പകരമായുള്ള ഹൈഡൽ സ്കീം ഇല്ലെങ്കിൽ അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് വരും. അതാണ് അതിനകത്ത് മെയിനായിട്ടുള്ള പ്രശ്നം. അപ്പം ചെറുകിടം വേണം, പക്ഷേ അതോടൊപ്പം തന്നെ മീഡിയവും ഇതും കൂടെ വേണം. ഒരു കാര്യം ഉറപ്പാണ്, പ്രതിവർഷം 5% കണ്ട് വൈദ്യുത ഉപഭോഗത്തിൽ വർധനവ് വരുന്ന കേരളത്തിൽ ഭാവിയിലെ ഊർജ ആവശ്യകത നേരിടാൻ ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ കൊണ്ട് മാത്രം നമുക്ക് കഴിയില്ല. സൗരോർജ പദ്ധതികളും പൂർണ്ണമായും ആശ്രയിക്കാൻ കഴിയുന്ന ഒന്നല്ല. വൈദ്യുതി വിതരണ സംവിധാനത്തിലെ ഹാർമോണിക്സ് നിലനിർത്തുന്നതിനും ഗുണമേന്മയുള്ള വൈദ്യുതി എല്ലാ കാലത്തും ഒരേ അളവിൽ ലഭ്യമാക്കുന്നതിനും ഇടത്തരം വൻകിട ജലവൈദ്യുത പദ്ധതികളും നമുക്കാവശ്യമാണ്. അത് കൂടിയേ തീരൂ.